ശരി ഡോക്ടർ, ഞാൻ അമ്മയെ കൊണ്ടുവരാം. നന്ദൻ ഫോണിൽ സംസാരിച്ചതൊക്കെ കേട്ട് നിൽപ്പുണ്ടായിരുന്നു ഊർമിള. എന്തായടാ? റിപ്പോർട്ട് നോർമലാ. അമ്മയുടെ സൗകര്യത്തിന് പോയി നമുക്ക് അഡ്മിറ്റ് ആവാം. ടെസ്റ്റൊക്കെ എടുത്ത് എലിജിബിൾ ആണെങ്കിൽ അടുത്ത ദിവസം തന്നെ ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒക്കെ കേട്ട് ഊർമിളയ്ക്ക് ചെറിയൊരു പേടി തോന്നിയിരുന്നു. ആദ്യമായിട്ടാണ് ഒരു സർജറിക്ക് തയ്യാറാകുന്നത്. നിനക്ക് പേടിയുണ്ടോ നന്ദ? അവൻ്റെ മുഖവും ഇരുണ്ടിരുന്നു. പേടി, ചെറിയൊരു ഉൾഭയം അവൻ മറച്ചു പിടിച്ചു. ആ ഡോക്ടർ നല്ലതാമ്മ, ഞാൻ കുറെ അന്വേഷിച്ചതാ. പേടിക്കാനൊന്നുമില്ല. പിന്നെന്താ നീ കടന്നലുത്തിയ പോലെ? ഒന്നുമില്ല. അവൻ മുഖം കൊടുക്കാതെ ഒഴിഞ്ഞു മാറി. കണ്ടാൽ താനൊരു പോള കണ്ണടച്ചിട്ടില്ലെന്ന് അമ്മ കണ്ടുപിടിക്കും. അതിനൊക്കെ കാരണം ഒരു 17കാരി തന്നെ രാത്രി മുഴുവൻ ചോദ്യം ചെയ്ത് കൊല്ലാൻ നോക്കിയതാണെന്ന് മാത്രം അമ്മയ്ക്ക് മനസ്സിലാവില്ല. അമ്മയ്ക്കെന്നല്ല, ആർക്കും മനസ്സിലാവില്ല. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. നിന്ന ടീഷർട്ടും ജീൻസിന്റെ ഷോർട്ട്സും ഇട്ട് മുടി പോലും ചെയ്യാതെ നന്ദൻ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി പോകുന്നത് ഊർമിള നോക്കി നിന്നു. വീക്കെൻഡായിട്ട് അലക്കാനുള്ള തുണികളൊക്കെ ഒരു ബക്കറ്റിൽ വാരി നിറയ്ക്കുകയായിരുന്നു മീര. ശേഖരൻ ജോലിക്ക് പോയി. പിന്നാലെ രാജീവന്റെ കാറും ഗേറ്റ് വിട്ടു പോകുന്നത് മതിലിന്റെ അപ്പുറം നിന്ന് 2 കണ്ണുകൾ വീക്ഷിച്ചു. ആന്റിയും ലവളും അല്ലാതെ വേറെ ആരും കാണില്ല അകത്ത്. ഇപ്പം അകത്തോട്ട് തള്ളിക്കേറിയാൽ ഇനി ആന്റി പ്രശ്നമാക്കുമോ എന്നാലോചിക്കുമ്പോഴാണ് തേടിയ വള്ളി ഒരു ഭാണ്ഡക്കെട്ടും താങ്ങി പുറത്തേക്ക് വരുന്നത്. വാഷിംഗ് മെഷീൻ ഉണ്ടായിട്ട് ഈ സാധനം എന്തിനാ അലക്കാൻ നടക്കുന്നേ? എന്തായാലും ഇത് തന്നെ തക്കം. മതിലിൽ പിടിച്ച് കൈകുത്തി ആൻറ്റോ എടുത്തൊരു ചാട്ടം. നീണ്ടൊരു നിഴൽ തറയിൽ തെളിഞ്ഞു വരുന്ന കണ്ടാണ് മീര നിവർന്നു നോക്കുന്നത്. കണ്ടതും അവളുടെ മുഖമാകെ ചുവന്ന് ജ്വലിച്ചു. പുതിയ മാസ്റ്റർ പ്ലാനൊക്കെ കൊള്ളാലോടി. കൈ കെട്ടി നിന്നവൻ മീരയെ നോക്കി. ഒറ്റയടിക്ക് 2 പാട്ടുകാരന്മാർ. 2 പേർക്കും കൂടി നീയാ ദൂതൻ. ഒരു ലോഡ് വാഷിംഗ് മെഷീനിലിട്ട് മീര പൈപ്പ് തുറന്നു വിട്ടു. നുരകൾ പതഞ്ഞു കയറി. പുതിയ വിത്തിന് വേണേലാവാണ്ടി. നീയാ പഴയവനെ അങ്ങ് വിട്ടുകളിച്ചാൽ മതി. ആത്മാർത്ഥ സുഹൃത്തിനോടുള്ള സ്നേഹം. വിട്ടില്ലെങ്കിൽ ഇത് നിന്റെ അച്ഛൻ്റെ ഫോണിൽ എത്തുവടി മോളെ. അവൻ നീട്ടിപ്പിടിച്ച ഫോണിലൊരു വീഡിയോ പ്ലേ ആയി. ആർട്സിന് അവൾ ടവൽ കെട്ടി കളിച്ചത്. അടപടലം ഫ്ലാഷാക്കും. അച്ഛന് മാത്രാക്കണ്ട, ഒരു കോപ്പി നീ നന്ദനും കൂടി കൊടുക്ക്. അവൾ പുച്ഛത്തോടെ ചിരിച്ചു. ഭാവിയിൽ ഞങ്ങളുടെ പിള്ളേർക്കും കൂടി കാണിച്ചു കൊടുക്കാമല്ലോ. മൈ. അവൻ ചോരത്തിളപ്പിൽ അവളെ കയ്യെത്തി പിടിക്കാനാഞ്ഞതും കട്ടി സർഫ് കലക്കിയ വെള്ളം അവൻ്റെ മോന്തയിൽ ആഞ്ഞു പതിച്ചു. കണ്ണിൽ വീണ സോപ്പിന്റെ എരിവിൽ ആൻറ്റോ അമറി. അപ്പോഴേക്കും ബാക്കി ബക്കറ്റും വെള്ളവും കൂടി മീര അവൻ്റെ മണ്ടയിൽ കമിട്ടി. മൈ, എൻ്റെ കണ്ണ്. നീറ്റിലൂടെ അവൻ കണ്ണ് ചിമ്മി അടച്ചു നോക്കുമ്പോൾ തൊട്ടു മുന്നിൽ അടുത്ത മഗ്ഗും പിടിച്ച് വിറച്ചു തുള്ളുന്നു മീര. നിനക്ക് പ്രാന്തായാടി പുല്ലേ. ആക്കിയ നിനക്കറിയില്ലേടാ. ഞാനെന്നാ തേങ്ങയാടി ചെയ്തേന്ന ഭാവത്തിൽ അവൻ വീണ്ടും കണ്ണടച്ചു തുറന്നു. അവൾ മഗ്ഗ് പിന്നിലേക്ക് വലിച്ച് വീണ്ടും എറിയാൻ തുടങ്ങുവാണെന്ന് തോന്നിയതും ആൻറ്റോ 2 കൈയും കൊണ്ട് മോന്തായം പൊത്തി. എറിയല്ലേടി കോപ്പേ, ഭദ്രകാളി. കുറച്ചു നേരം അങ്ങനെ നിന്നിട്ടും അവൾ എറിയുന്നില്ല. അവൻ കൈവിടവിലൂടെ കണ്ണു പുറത്തേക്ക് തള്ളി. അടങ്ങിയാ? നിനക്കെല്ലാം കോമഡിയാണല്ലേ ആൻറ്റോ. ഇത്രയും ചെയ്തിട്ട് നീ പൊട്ടം കളിക്കുവല്ലേ? ഛേ. മഗ്ഗും വെള്ളവും അവൾ വലിച്ചെറിഞ്ഞു. എന്തിനാ ഇവൾ ഇത്രയും ചൂടാകുന്നേ? അവൻ മുഖത്തെ കൈമാറ്റി. എന്തായാലും ഒന്നും സേഫ് അല്ല. ഞാൻ പോയിട്ട് പിന്നെ വരാം. വേണ്ട, ഇങ്ങോട്ടിനി ആരും എഴുന്നള്ളണ്ട, പ്രത്യേകിച്ച് നീ. അവനും ചൊറിഞ്ഞു കയറിയിരുന്നു. നിനക്ക് തലയ്ക്ക് ഓളാണ് പെണ്ണെ. നല്ല നെല്ലിക്കാത്തളം വെക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. വെക്കടാ. മീര ഉറഞ്ഞു തുള്ളി. എന്നെ ഒരു ഭ്രാന്തിയാക്കി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തള്ളു നീ. അത് മാത്രമേ നീ ഇനി ചെയ്യാൻ ബാക്കിയുള്ളൂ. എൻ്റെ പഠിപ്പ് മുടക്കി, ബുക്ക് കത്തിച്ചു, തുണികൾ എരിച്ചു, എല്ലാവരും കൂടി എന്നെ പെറുക്കിയിട്ട് തല്ലി. ഒക്കെ കണ്ടിട്ട് നിനക്ക് മതിയാവുന്നില്ല. നീ എന്നെ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തള്ളു ആൻറ്റോ. അങ്ങനെയെങ്കിലും ഒക്കെ അവസാനിച്ച് കിട്ടട്ടെ. ദേഷ്യം ഷടേന്ന് ഇറങ്ങി ആൻറ്റോ അന്തമില്ലാതെ നോക്കി. നിന്റെ പഠിത്തം ആര് മുടക്കിയെന്ന് നിനക്കറിയില്ല? ഞാൻ മുടക്കിയോ? മീര അവനെ നോക്കി നിന്നതേ ഉള്ളൂ, ചുണ്ടിൽ വിടർന്നൊരു പരിഹാസ ചിരിയോടെ. അതിൽ ഒരുപാട് ഉത്തരങ്ങൾ അവൻ കണ്ടു. തന്നെ ഛിന്നഭിന്നമാക്കാൻ പോകുന്ന ഒരുപാട് ചോദ്യങ്ങൾ. ഒന്നും ചോദിക്കാനുള്ള ധൈര്യം മാത്രം അവൻ ഉണ്ടായിരുന്നില്ല. ആൻറ്റോ വേഗം തിരിഞ്ഞു നടന്നതിന് പിറകെ ധാരധാരയായി സോപ്പും വെള്ളവും വഴിപാകി. കണ്ണിൽ നുഴഞ്ഞു കയറുന്ന തുള്ളികളിൽ ഒന്നെങ്കിലും അവനെ കരയിച്ചെങ്കിൽ എന്നവൻ ആശിച്ചു. കരയുന്നത് അത്ര എളുപ്പമാണോ? തിരികെ മതിൽ ചാടാനുള്ള മനക്കെട്ടിയില്ല. ഗേറ്റ് അടച്ചിറങ്ങി അവൻ തിരിഞ്ഞതും മുന്നിലൊരു ബൈക്ക് വന്ന് ചാടിയിരുന്നു. ബ്രോ, ഇവിടാണോ കുളിയൊക്കെ? അർജുൻ, കയറി വാ. പിന്നെന്ന് മീരയുടെ ശബ്ദം കേട്ടിട്ടും തിരിഞ്ഞു പോലും നോക്കാതെ ആൻറ്റോ വീട്ടിലേക്ക് നടന്നു. അവൾ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഭാരമുള്ള കാലുകൾ വീടിനടുത്തെത്തിയതും അടിപതറി നിന്നു ആൻറ്റോ. തുറന്നു കിടക്കുന്ന ഗേറ്റും അതിനു മുന്നിലൊരു ബുള്ളറ്റും. മീരയുടെ വീട്ടിൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞ് ഒരിക്കൽ പോലും കാണാൻ വരാത്തവനെന്താ ഇപ്പോൾ ഇവിടെ? എൻ്റെ പഠിപ്പ് മുടക്കി, ബുക്ക് കത്തിച്ചു, തുണികളെരിച്ചു, എല്ലാവരും കൂടി എന്നെ പെറുക്കിയിട്ട് തല്ലി. ഒക്കെ കണ്ടിട്ട് നിനക്ക് മതിയാവുന്നതിൽ നീ എന്നെ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തള്ളു ആൻറ്റോ. ഒക്കെ ഈ വന്നിക്കുന്നവൻ അറിഞ്ഞാൽ
ജീവിതത്തിൽ ആദ്യമായി ഭയം വന്ന് നിറയുന്നത് ആൻറ്റോ അറിഞ്ഞു. ഇന്റർലോക്ക് തറയിൽ അവൻ്റെ ഓരോ ചുവടും വിറച്ചു. നന്ദനെ കൺമുന്നിൽ കാണും വരെ. ഭ്രാന്ത് പിടിച്ച പോലൊരു രൂപം സോപാനത്തിൻ്റെ തൂണിൽ ചാരി ഇരിക്കുന്ന കണ്ടതും ഭയത്തേക്കാൾ അവനെ കുറ്റബോധം ഛേദിക്കാൻ തുടങ്ങിയിരുന്നു. കണ്ണു മുറുക്കിയടച്ച് നീളൻ മുടികൾ മിഴികളിലേക്ക് വീണ് അവനാകെ തളർന്നിരുന്നു. ആൻറ്റോ വന്നതുപോലും നന്ദൻ അറിഞ്ഞിരുന്നില്ല. നന്ദ. ആൻറ്റോ പയ്യെ കുലുക്കി നോക്കി. കണ്ണ് തുറക്കുന്നില്ലെങ്കിലും പുരികത്തിൻ്റെ ചലനം അവൻ്റെ ഉള്ളിലെ സമ്മർദ്ദമാണെന്ന് ആൻറ്റോയ്ക്ക് അറിയാമായിരുന്നു. അതിനൊക്കെ കാരണം വീട്ടിലിരുന്ന ഭ്രാന്ത് പിടിക്കുന്നു തോന്നി ഇറങ്ങിപ്പോന്നതാടാ. അടഞ്ഞ മിഴികൾക്ക് ഓരം പറ്റി കുഞ്ഞു നീർത്തുള്ളികൾ രൂപപ്പെട്ടിരുന്നു. തെറ്റാ ആൻറ്റോ ഞാൻ ചെയ്തേ, വലിയ തെറ്റ്. എന്നതാടാ ഇപ്പോ? ആൻറ്റോയ്ക്കും ഭീതി വർദ്ധിച്ചു വന്നു. അവളുടെ ഭർത്ത നിർത്തിച്ചതാ ആൻറ്റോ, നിർത്തിച്ചതാ ഇവരൊക്കെ കൂടി. നന്ദൻ്റെ നോട്ടം തന്നെ ഭസ്മമാക്കുമെന്ന് അവന് തോന്നി. എന്ന് നിന്നോടാരും പറഞ്ഞു? നന്ദൻ വീണ്ടും കണ്ണടച്ചിരുന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല. അല്ലെങ്കിൽ തൊണ്ട വരണ്ട അവനെ കൊണ്ട് മിണ്ടാനാകുമായിരുന്നില്ല. ഡാ, അവള് പറഞ്ഞോ? നന്ദൻ ഇല്ലെന്ന് തല ചലിപ്പിച്ചു. അവള് പറയണോ? എനിക്കറിയില്ലേ. അവൻ കണ്ണുകൾ തിരികെ കൊട്ടിയടച്ചു. ഒന്ന് പറയാൻ പോലും അവളെ ഞാൻ സമ്മതിച്ചില്ലല്ലോടാ. അന്നും ഇന്നും. നന്ദൻ വിരലുകൾ കോർത്ത് നെറ്റിയെ താങ്ങി പിടിച്ചു. നീ എന്നെ തെറി വിളിച്ചു ആൻറ്റോ, പക്ഷെ എനിക്കവളെ എങ്ങനെയും ഒന്ന് കാണണണ്ടാ, ഒന്ന് സംസാരിക്കണം. വെറുതെ ഉള്ള സമാധാനം കൂടി കളയണോടാ. സമാധാനം അതൊക്കെ പണ്ടേ ആ സ്റ്റാഫ് റൂമിൽ ചത്തതാടോ. സമാധാനത്തിൻ്റെ അർത്ഥം ആൻറ്റോയും തേടി നോക്കി. കിട്ടിയില്ല. നിനക്കവളെ കാണണോ? നന്ദൻ ഞെട്ടി ഉണ്ണീരിറക്കി. എങ്ങനെ? വാ, അവൾ അപ്പുറത്തുണ്ട്. ഇല്ല, ഇല്ലടാ. ഒരിക്കലും ഇല്ലെന്ന പോലെ നന്ദൻ തല ചലിപ്പിച്ചു കൊണ്ടിരുന്നു. ഇനിയൊരു പ്രശ്നത്തിനും ഇല്ല ആൻറ്റോ. ഒന്നും ഉണ്ടാവില്ലടാ. നീ എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോവാൻ നിന്നെ. കേൾക്കുന്നതൊന്നും നന്ദനെ വിശ്വസിക്കാനായില്ല. വീട്ടിലേക്കില്ല ആൻറ്റോ, റിസ്ക് എടുക്കാൻ വയ്യ. ഇനി എന്തെങ്കിലും ആയി. ആ അർജുൻ ഉണ്ടടാ അവിടെ. അവന് കയറാമെങ്കിൽ നിനക്ക് കയറിക്കൂടെ? ഷിറ്റ്. നന്ദൻ പെട്ടെന്ന് തൂണിൽ പിടിച്ചെണീറ്റു. എന്നെ ഇവിടെ കണ്ട ശരിയാവില്ല ആൻറ്റോ, ഞാൻ ഇറങ്ങുക. അളിയ സാരമില്ലാന്ന്. ഇല്ലില്ല. ആൻറ്റോ പിടിച്ച് നിർത്താൻ നോക്കിയെങ്കിലും നന്ദൻ കേൾക്കാൻ കൂടിയില്ല. ഷോർട്സിൻ്റെ പോക്കറ്റിൽ നിന്ന് ചാവിയെടുത്ത് അവൻ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും അർജുന യാത്രയാക്കി കഴിഞ്ഞ് റോഡിൽ നിൽക്കുന്നയാളെ കണ്ടവൻ മിഴിച്ചു നിന്നുപോയി. ഒരു കുട്ടി ഷോർട്സും ടീഷർട്ടും ഇട്ട് അത്യന്തം സന്തോഷത്തോടെ ആലസ്യമായി തന്നിലേക്ക് അടിവെക്കുന്നു അവൾ. ഇവൾക്ക് എങ്ങനെ ഇങ്ങനെ ചിരിക്കാൻ കഴിയുന്നു? പിടിച്ചു വെച്ച ശ്വാസവായുവൊക്കെ അവൻ ഒന്നിച്ചിറക്കി. മീര. വർഷങ്ങൾക്ക് മുന്നേ ചിറകറ്റ് വീണ സമാധാന പറവുകൾ അവർക്ക് ചുറ്റും അപ്പോൾ പിച്ചവയ്ക്കാൻ തുടങ്ങുകയായിരുന്നു. നോക്കി നിൽക്കാൻ കഴിയാതെ ഒരു 17കാരൻ ഓടിച്ചെന്ന് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർക്കുന്നത് നന്ദൻ കൊതിയോടെ നോക്കി നിന്നു. നന്ദൻ ദീർഘമായി ശ്വസിച്ചു. മന്ദമായി ഒഴുകുന്ന നദി പോലെ ശാന്തമായി അവൻ്റെ മനസ്സ്. ഒരു മാത്ര കണ്ട സന്തോഷത്തിൽ അവൻ ബൈക്കിൽ കയറി. മീര അപ്പോഴേക്കും നടന്നടുത്തെത്തി. മുടി മുഴുവൻ കണ്ണിലേക്ക് വീണ് കിടക്കുന്ന കോലവും ആ വേഷവും അവൾ ആദ്യമായി കാണുകയായിരുന്നു. എന്താ ഇവിടെ? ചുമ്മാ. ചിരിക്കാൻ ശ്രമിച്ചവൻ കിക്കർ ചവിട്ടിയതും മീര പെട്ടെന്ന് ബൈക്കിന് മുന്നിൽ കയറി നിന്നു. വീട്ടിൽ കയറിയിട്ട് പോകാം നന്ദ. ഒറ്റ വാക്കിലൊരു നോയാണ് അവൾ പ്രതീക്ഷിച്ചത്. എന്ത് പറയണമെന്ന് അറിയാതെ അവൻ നിശ്വസിച്ചു. താൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. മീര. അങ്ങേയറ്റം ആർദ്രമായ വിളി. പ്ലീസ് വിളിക്കരുതെന്നെ. എന്തേ? നത്തിങ്. താൻ കോളേജിലേക്ക് വാ, എനിക്ക് സംസാരിക്കാനുണ്ട്. ഉറങ്ങാതെ പാതിയടഞ്ഞ കണ്ണുകളിലേക്കാണ് അവളുടെ നോട്ടം പോയത്. അവൾ കുറച്ചുകൂടി അടുത്തേക്ക് നീങ്ങി ബൈക്കിൻ്റെ ഹാൻഡിലിൽ ഇരുവശം കൈവച്ചു. തൊട്ടടുത്തവൻ്റെ കൈയുണ്ട്. ആ നിൽപ്പ് പോലും അവന് പന്തിയായി തോന്നിയില്ല. താൻ എന്തുവാ ചെയ്യണേ? ആരെങ്കിലും കണ്ടോണ്ട് വന്നാൽ പിന്നെ അത് മതി. ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ലേ? ഇവിടെ. അവൻ തിരിഞ്ഞും മറിഞ്ഞും നോക്കി. ആൻറ്റോ അകത്തേക്ക് കയറി പോയിട്ടുണ്ട്. ശരിയാവില്ല മീര. എൻ്റെ വീട്ടിൽ പ്രശ്നമാകും എന്ന് വിചാരിച്ചിട്ടാ? എന്തിനാടോ വെറുതെ? കൈയെടുക്കുന്ന ഭാവത്തിൽ അപ്പോഴും അവൻ ആ കൈകളെ നോക്കി. മീര അല്പം ശബ്ദം താഴ്ത്തി. നന്ദനെ ആർക്കും അറിയില്ല ഇവിടെ. സോ വീട്ടിലേക്ക് വാ നന്ദ, പ്ലീസ്. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആർത്തി അവനെയും ശ്വാസം മുട്ടിച്ചു കൊണ്ടിരുന്നു. വേണോ? അവൻ അവനോടെന്ന പോലെ ചോദിച്ചു. വേണം. മീര പറഞ്ഞത് കേട്ട് മറുക്കാനും കഴിയുന്നില്ല. തൻ്റെ മനസ്സും കേൾക്കുന്നില്ല. ആൻറ്റോയുടെ വീട്ടിന് മുന്നിൽ തന്നെ അവൻ ബൈക്ക് സ്റ്റാൻഡിട്ട് വെച്ചു. ഇതിൻ്റെ പേരിൽ ഇനി എന്തൊക്കെ നടക്കുമോ? മീര മുന്നേ നടന്ന് ബ്രൗൺ പെയിൻ്റ് അടിച്ച വലിയ ഗേറ്റിൻ്റെ പാളി തുറന്ന് അകത്തേക്ക് കയറി. ഒപ്പം നന്ദൻ്റെ വലതുകാലും ആ തറയിൽ പതിഞ്ഞു. ഹാളിൽ നിന്ന് എത്തി നോക്കി എല്ലാം കണ്ടിരുന്നു രേവതി. അതേ സ്പീഡിൽ അവർ ദേഷ്യത്തോടെ അടുക്കളയിലേക്കും പോയി. അല്ലെങ്കിലും ആൺകുട്ടികളെ വിളിച്ചുകൊണ്ട് വരരുതെന്ന് പറഞ്ഞാൽ മീരു കേൾക്കില്ലല്ലോ. അർജുൻ വന്നപ്പോഴും CCTV പോലെ രേവതി പിന്നാലെ കൂടിയിരുന്നു.
വെറുപ്പിക്കൽ സഹിക്കവയ്യാതായപ്പോൾ മീര അവനെയും കൊണ്ട് റൂമിൽ കയറി കതകടച്ചു. പിന്നാലെ രേവതിയുടെ വക വാതിലിടയ്ക്കുള്ള തട്ടുമുട്ടും. അർജുൻ പോയിട്ട് ചാടിക്കടിക്കാൻ കണക്കാക്കി നിൽക്കുമ്പോഴാണ് അപ്പുറത്ത് നന്ദനെ കാണുന്നത്. കണ്ടവനെ കാണുമ്പോൾ ചൊറിയുന്നവരെന്ന ശരിക്കും കാണേണ്ടവനെ തന്നെ കാണട്ടെ എന്ന് അവൾക്കും തോന്നി. നന്ദൻ ചുറ്റും കണ്ണോടിച്ചു. വൈറ്റും പേർപ്പിളും കളറിൽ പണ്ടെങ്ങോ പെയിന്റ് അടിച്ച വലിയ വീട്. മുന്നിൽ തന്നെയുണ്ട് ടെറസിലേക്കുള്ള സ്റ്റെപ്സ്. മതിലിന്റെ ഒതുങ്ങിയ ഭാഗത്തൊരു കിണറും അതിനു ചുറ്റി പലതരത്തിലുള്ള ചെടികളും. കൂടുതലും ഉണങ്ങിക്കരിഞ്ഞിട്ടാണ്. അധികം ചെരുപ്പൊന്നും പുറത്തില്ല. ആരും ഇല്ല ഇവിടെ. അമ്മയുണ്ട്, പക്ഷെ പരിചയപ്പെടുത്താൻ പറ്റില്ല കേട്ടോ. തൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലൊന്നാണ് അവളിപ്പോൾ പറഞ്ഞത്. ഇനി എന്താ എന്ന മട്ടില്ല നന്ദൻ അവളെ നോക്കി. വാ, അകത്തേക്ക് കയറ്. ഡോ, ആവശ്യമില്ലാത്ത പണിയാണ്, നമുക്ക് കോളേജിൽ വെച്ച് സംസാരിച്ച പോലെ. അവൻ കയറാൻ മടിച്ച് നിൽക്കുന്ന കണ്ടതും അവൾ അകത്തേക്ക് എത്തി നോക്കി. നന്ദൻ കയറുന്നോ അതോ ഞാൻ അമ്മയെ വിളിക്കണോ? വിളിച്ചാൽ ഞാൻ ആരാണെന്ന് കൂടി പറയണം. അവൾ പുഞ്ചിരിച്ചു. അത് പറയാനുള്ള ധൈര്യം തനിക്ക് ജന്മത്ത് വരൂ. എന്തായാലും വന്നു, ഇനി വരും പോലെ. നന്ദൻ സിറ്റൗട്ടിലേക്ക് കാലുകുത്തി. പക്ഷെ മീര ഹാളും താണ്ടി നേരെ റൂമിലേക്ക് നടക്കുന്ന കണ്ടതും അവൻ സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു. നോ വേ നന്ദ, സാരമില്ല. മീര വിളിച്ചിട്ട് കാര്യമില്ല, താൻ വരില്ലെന്ന രൂപേണ അവൻ ഉറച്ചു നിന്നു. ഇവിടെ തുണി കൊണ്ടുവച്ച് അലക്കിയിടാൻ അറിയില്ലേ? പെട്ടെന്നായിരുന്നു പിന്നാമ്പുറത്തുനിന്ന് രേവതിയുടെ ഒച്ച. കേട്ടതും അവളുടെ മുഖത്ത് ദേഷ്യഭാവം നിറയുന്നത് അവൻ ശ്രദ്ധിച്ചു. ഞാൻ പോണോ? ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യോ? ഞാൻ പെട്ടെന്ന് തുണി അലക്കിയിട്ടിട്ട് വരാം. അവൻ സമ്മതം മൂല്യ സിറ്റൗട്ടിലെ സോപാനത്തിലിരുന്നു. മീര ഓടി പാതി അലക്കിയ തുണികളോട് മല്ലിടാൻ തുടങ്ങി. അമ്മ മനഃപൂർവ്വം ചൊറിയുന്നതാണ്. എപ്പോഴൊക്കെ പയ്യന്മാരെ കൂടെ കണ്ടാലുള്ള സ്വഭാവമാണല്ലോ എന്ന് കരുതി അങ്ങനെ ഇപ്പോൾ നന്ദനെ വിടുന്നില്ല. അവനോട് സംസാരിക്കാനുള്ള ആവേശത്തിൽ മീര തുണികൾ ഓരോന്നായി വേഗത്തിൽ മുക്കിപ്പിഴിഞ്ഞെടുത്തു. അതേസമയം സിറ്റൗട്ടിലെ പുതുമുഖത്തെ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു രേവതി. സാധാരണ വരുന്നവന്മാരൊന്നും മീരയുടെ അടുത്ത് നിന്ന് മാറാറില്ല. തക്കം കിട്ടിയാൽ ഒക്കത്തിനും അവളുടെ റൂമിൽ കയറാനാണ് തിടുക്കം. പകരം ഇവിടെ ഒരുത്തൻ ആദിയുടെ കയ്യിലെ പേപ്പറിൽ കണ്ണുനട്ടിരിക്കുന്നത് അവർക്കും അതിശയമായി. ആരുടെ ലാബ് റിപ്പോർട്ടാ? പെട്ടെന്നാരോ അടുത്ത് വന്ന് ചോദിച്ച് കണ്ടവൻ ഞെട്ടി എണീറ്റു. അമ്മയുടെ ആൻറ്റി. വീട്ടുകാരെ നോക്കുന്ന പിള്ളേരുണ്ടോ ഈ പ്രായത്തിൽ? അവർക്ക് നല്ല വാത്സല്യം തോന്നി. ഇരുന്നോ? നന്ദൻ സംശയത്തോടെ ഇരുന്നു. ആൻറ്റിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. ഭാഗ്യത്തിന് നവീൻ ചേട്ടനല്ലാതെ ആരും തന്നെ കണ്ടിട്ടുമില്ല. എന്നാലും തൻ്റെ പേരെങ്കിലും അറിയാതിരിക്കോ? അമ്മയ്ക്കെന്താ? കാലിന് സുഖമില്ല. ആൻറ്റി കിണഞ്ഞ് തൻ്റെ മുഖം കാണാൻ പരിശ്രമിക്കുന്ന കണ്ടതും അവൻ മുഖത്ത് പാറിക്കിടന്ന മുടിയിഴകൾ വിരലുകളിൽ കോർത്ത് ഒതുക്കി വെച്ചു. രേവതിക്കും ഒരു റിലാക്സേഷൻ. ഇതുവരെ കണ്ടിട്ടില്ല ഈ മുഖം. എനിക്കും ഉണ്ട് നല്ല മുട്ടുവേദന. ഓ, അമ്മയ്ക്കും അത് തന്നെ ആന്നോ? ഈ അടുക്കളയിൽ കയറി ഇറങ്ങുന്നതല്ലേ, കാണും. ആൻറ്റി ഹോസ്പിറ്റലിൽ കാണിച്ചില്ലേ? അതിനൊക്കെ ആർക്ക് എവിടെന്നാ മോനെ സമയം? ഒന്ന് മിണ്ടാൻ പോലും ആർക്കും സമയമില്ല. പോയി കാണിക്കാം ആൻറ്റി. എൻ്റെ അമ്മ വൈകിച്ചതാ ഇപ്പോൾ സർജറി ചെയ്യാൻ പോകുന്നേ. അയ്യോ, അവർ മറുവശം തൂണിനോട് ചേർന്നുള്ള സോപാനത്തിൽ ചാരിയിരുന്നു. ഞാൻ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല. ആൻറ്റിക്ക് തൈറോയിഡ് ഉണ്ടോ? ഉണ്ടടാ. ഒരാളെങ്കിലും സുഖവിവരം അന്വേഷിക്കുന്നുണ്ടല്ലോ. രേവതിക്ക് നേരിയ ആശ്വാസം തോന്നി. എൻ്റെ അമ്മയ്ക്ക് അത് കാരണാ സർജറി വൈകുന്നേ. ദൈവമേ, ആൻറ്റി പേടിക്കണ്ട, ചുമ്മാ പോയിന്ന് കാണിച്ചേക്ക്. അമ്മയുടെ ഡോക്ടറിൻ്റെ നമ്പർ വേണോ? നമ്പർ തന്നാൽ ആരുടെ കൂടെ പോകാനാ? അവരുടെ മുഖം മങ്ങി. അതൊന്നും വേണ്ട മോനെ. എൻ്റെ അമ്മയ്ക്ക് എന്തായാലും ഉടനെ പോയി ഡോക്ടറെ കാണിക്കേണ്ടി വരും. ആൻറ്റിയും വരുന്നോ കൂടെ? രേവതി അറിയാതെ ചിരിച്ചുപോയി. നിനക്ക് വേറെ ആരൊക്കെയുണ്ട്? ചേച്ചിയുണ്ട്. ചോദ്യങ്ങൾക്കൊക്കെ ആവശ്യമായ ചിരിയോടെ അവൻ മറുപടി കൊടുത്തു. പേര് മാത്രം ചോദിക്കാതിരുന്നാൽ മതി. കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ചേച്ചി. ഒരു മോളും ഉണ്ട്. രാധിക പോയതിനു ശേഷം രേവതി അത്രയും രസിച്ച് ആരോടും സംസാരിച്ചിരുന്നില്ല. മോനെ ഞാൻ ഇതിനു മുൻപൊന്നും മീരുവിൻ്റെ കൂടെ കണ്ടിട്ടില്ലല്ലോ. മീരു? അവനൊന്ന് പുഞ്ചിരിച്ചു. ഞാൻ ഈ ഇടയ്ക്കാ മീരയുടെ കോളേജിൽ ചേർന്നേ. താനും അവളുടെ ഒപ്പം പഠിക്കുകയാണെന്നാണ് ആൻറ്റിയുടെ ധാരണ. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. കൂടുതൽ പറഞ്ഞാൽ എപ്പോൾ പ്രശ്നമാകുമെന്നും പറയാൻ പറ്റില്ല. പക്ഷെ രേവതി തന്നെ അവളുടെ ഫ്രണ്ട്സിനെ പറ്റി അവനോട് പുലമ്പാൻ തുടങ്ങിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുന്ന ബോയ്സും ആരെയും അറിയിക്കാതെയുള്ള ഹോസ്റ്റൽ വാസവും വീട്ടിൽ അവൾ ആരോടും മിണ്ടാത്തതും അങ്ങനെ ഒരുപാട് വാശിയുടെ കഥകൾ മീരയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ചതൊക്കെ അവൻ രേവതിയിൽ നിന്നും കേട്ടിരുന്നു. ഓരോ കഥകൾക്ക് പിന്നിലും അവരുടെ ആവലാതി ഒന്നു മാത്രമായിരുന്നു: മീര അവരെ വിട്ട് അകലുന്നത്. ഞങ്ങളെ മാത്രമല്ലേ അവൾക്ക് ഇഷ്ടമല്ലാത്തത്? നിങ്ങളോടെങ്കിലും അവൾ മിണ്ടുന്നുണ്ടല്ലോ. നന്ദൻ എന്തു പറയണമെന്നറിയാതെ നിശ്ചലമായിരുന്നു. ഒക്കെ കേൾക്കാൻ താൻ ബാധ്യസ്ഥനാണ്. പെട്ടെന്ന് മീര തുണികൾ നിറച്ച ബക്കറ്റും കൊണ്ട് സ്റ്റെയർ കയറുന്ന കണ്ടതും രേവതി മൗനമായി. ദോ പോണു, മോൻ ചെല്ലു, ഇടയ്ക്കൊക്കെ വീട്ടിലോട്ട് വാട്ടോ.
ജീവനോടെ ആദ്യം ഇവിടുന്ന് പുറത്തിറങ്ങട്ടെ. ആൻറ്റി ഹോസ്പിറ്റലിൽ പോണ കാര്യം മറക്കണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ കൊണ്ടുപോകാന്ന്. രേവതി മനസ്സ് തുറന്ന് ചിരിച്ചു. ഒരു ചിരി പാസാക്കി നന്ദനും ഗോവണി കയറി. വളർന്ന് പന്തലിച്ച ശീമപ്ലാവും മാവും കൊണ്ട് ചുറ്റപ്പെട്ട ടെറസ്. അത് കാരണം ഒരു വശം നല്ല തണലാണ്. മറുവശത്ത് കുറുകെ വലിച്ചു കെട്ടിയ കയറിലേക്ക് മീര ഓരോ തുണിയായി വിരിച്ചിടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ എന്തെല്ലാം കാണാൻ താൻ മനക്കോട്ട കെട്ടിയതാ. ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി മറച്ച് ബക്കറ്റിന്ന് തുണിയെടുത്ത് അവനും വിരിക്കാൻ കൂടി. ഏയ് വേണ്ട നന്ദ. കേൾക്കാത്ത പോലെ അടുത്ത തുണിയെടുക്കാൻ കൈയെത്തിച്ചതും ഒരു പിങ്ക് ടവൽ കണ്ടവൻ അറച്ചു നിന്നു. താനപ്പോഴ ഡാൻസ് പഠിച്ച്? ടവലിന്റെ നേർക്കുള്ള കൂലങ്കഷമായ നോട്ടം അവൾക്കും സംശയമായി. നന്ദൻ ആർട്സിനുണ്ടായിരുന്നോ? യെസ്, അന്നാ ഞാൻ ജോയിൻ ചെയ്തേ. അവനെ ടവൽ കൂടി വിരിച്ചിട്ടു. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ നന്ദനെ. ഞാൻ കണ്ടിരുന്നു തന്നെ. ആ കാണൽ തന്നിലുണ്ടാക്കിയ വികാരങ്ങളും ചെറുതായിരുന്നില്ല. അവൻ തന്നെ ആ വേഷത്തിൽ കണ്ടു എന്നത് മീരയ്ക്കും ചെറിയൊരു ജാള്യത തോന്നിച്ചു. അത് മറയ്ക്കാനെന്ന വണ്ണം അവൾ അവസാനത്തെ തുണി എടുക്കാൻ ഒരുങ്ങിയതും നന്ദനത് മേടിച്ചിരുന്നു. മീര പെട്ടെന്ന് ബക്കറ്റ് കയ്യിലെടുത്ത് അവൻ്റെ അടുത്തുനിന്ന് നടന്നു മാറി വിഷയം മാറ്റി. ചിമ്മുന് ഡാൻസ് ക്ലാസ് ഉണ്ട്. ഇവിടെ വരുമ്പോഴൊക്കെ എന്നെ പഠിപ്പിക്കലാ അവളുടെ പണി. അങ്ങനെ തുടങ്ങിയ ഇൻട്രസ്റ്റാ. ആരാ ചിമ്മു? ബക്കറ്റിലെ ബാക്കി വെള്ളം അവൾ ഓവിലേക്ക് ഒഴിച്ചു. നന്ദൻ ഓർമ്മയില്ലേ? നവീൻ്റെ മോൾ. നമ്മൾ ലാസ്റ്റ് കാണുമ്പോൾ. അങ്ങനെ മറക്കാൻ പറ്റോ? എന്നെ കാണാൻ വേണ്ടി താൻ കാണാതെ വന്ന ആ കുഞ്ഞ്. ഇന്നലെ കണ്ടപ്പോൾ ഒന്നും സംസാരിക്കാൻ കൂട്ടാക്കാത്തവനാണോ ഈ സംസാരിക്കുന്നേ? നന്ദൻ ശരിക്കും എന്താ പറ്റിയേ? അവസാന തുണി വിരിച്ചിട്ട് അവൻ അപ്പോഴേക്കും നടന്ന് തണലുള്ള ഭാഗത്തെ കൈവരിയിൽ ഇടം പിടിച്ചിരുന്നു. ഇങ്ങ വരിയാ? തമിഴ്. അവൾ വിശ്വസിക്കാനാകാതെ ഇടം വലം നോക്കി. അടുത്ത വീടുകളിലെ ടെറസിലൊന്നും ആരുമില്ലെന്ന് നോക്കി മീര അടുത്തേക്ക് നടന്നു വരുന്നത് അവൻ ശ്രദ്ധിച്ചു. വർഷങ്ങൾക്ക് ശേഷം ആ കണ്ണുകളിൽ ഭയം നിറയുന്നുണ്ടോ? ഞാൻ പോണുമാ? അവൾ ഇല്ലെന്ന് തല ചലിപ്പിച്ചു. ഉക്കാറിയാ പോ. സാരമില്ല. അവൾ അത്യാവശ്യം അകലത്തിൽ നിന്ന് അവനെ നോക്കുന്നതും നന്ദനും നോക്കി നിന്നു.